കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് UDF ഘടകകക്ഷികൾ റംസാൻ കിറ്റ് വിതരണം ചെയ്യാൻ ശ്രമം. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റിയാണ് കിറ്റ് വിതരണം നൽകാൻ ഒരുങ്ങിയത്. ബിരിയാണി അരിയും പല വ്യഞ്ജനങ്ങളും ഉൾക്കൊള്ളുന്ന കിറ്റാണ് വിതരണം ചെയ്യാൻ ഒരുങ്ങിയത്. തയ്യാറെടുപ്പുകൾ പൂർത്തിയായതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിതരണം തടഞ്ഞു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്, അത് കൃത്യമായി അറിയാവുന്ന ജനപ്രതിനിധികൾ തന്നെയാണ് ഇവരെല്ലാവരും. എന്നിട്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് കോഴിക്കോട്ട് UDF ഘടകകക്ഷികൾ റംസാൻ കിറ്റ് വിതരണം ചെയ്യാൻ ഒരുങ്ങിയതല്ലേ? ഏതു രീതിയിലാണ് ഉദ്യോഗസ്ഥർ ഇത് തടയിട്ടത്? രോഹിണി, കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് UDFിലെ ഘടകകക്ഷിയായിട്ടുള്ള ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് റംസാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. ഈ കിറ്റ് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ അടക്കം അടിച്ചുകൊണ്ട് വലിയ പ്രചരണം നേരത്തെയൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും അതിന്റെ പ്രചരണം ശക്തമായി തന്നെ ഗ്രൂപ്പുകളിലടക്കം നടക്കുകയും ചെയ്തിരുന്നു. ഈ പ്രചരണത്തിന്റെ ഈ പോസ്റ്റർ കണ്ടുകൊണ്ട് വിവിധ ആളുകൾ ഈ വിതരണം നടത്തിയ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൗജന്യമായി കിറ്റ് വിതരണം ചെയ്യുന്നു എന്നാണ് ഈ പോസ്റ്ററിലടക്കം ഉണ്ടായിരുന്നത്. ഇതനുസരിച്ച് നിരവധി ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തുകയും ഇവർ കിറ്റ് വിതരണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തുകയും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടുകൊണ്ട് അത് തടയുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. കൃത്യമായി ഇത് അറിഞ്ഞുകൊണ്ടാണ് UDFിലെ നേതാക്കളും ഈ കിറ്റ് വിതരണം ചെയ്യുന്നതിൽ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ചട്ടം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് വോട്ട് വാങ്ങാനുള്ള ശ്രമം പോലും നടത്തുകയാണ് UDF എന്നുള്ളതാണ്. തോൽവി ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്കൊക്കെ UDF കടക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിച്ച് BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഇന്ന് UDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.